ഇതാരേ വാതിൽ തുറന്നിട്ടെ? ഞാൻ അടച്ചിട്ട് പോന്നതാണല്ലോ. പിടിച്ചോണ്ട് പോയൊരു കാരാ മോളെ. എനിക്കറിയില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ടുവന്നതായിരിക്കും. അനുവേട്ട, ഒരു കാര്യം ഉറപ്പാ, എന്റെ അർച്ചന ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ അന്വേഷണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ദൈവം എനിക്കിന്ന് തന്നു. അനുവേട്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അവളെ കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ അനുവേട്ട. ഇതൊക്കെ കള്ളക്കേസാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതിനു പിന്നിലും അവള് തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാൻ മറ്റാരാ ഉള്ളത്? എനിക്ക് ഉറപ്പാ അവള് തന്നെയാ. എങ്ങനെയെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് നാളെ തന്നെ ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. ഞാൻ ഏട്ടന് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിഐ ഇതിനൊന്നും സമ്മതിക്കില്ല. അയാളൊരു ദുഷ്ടനാ. എന്നെ എങ്ങനെങ്കിലും ഈ കേസിൽ കൊടുക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. അയാൾ അവന്തികയുടെ ആളായിരിക്കും. ഏട്ടനൊരു കാര്യം ചെയ്യ്, ഇത് കഴിക്കേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. സാരമില്ല, കൊടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം. ഈ സഹായത്തിന് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇടോ, താൻ ഭക്ഷണം മേടിച്ചോ. ആരും തന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം. അനുവേട്ട, അച്ഛനെ ഉണ്ടോന്ന് ആ ഹോസ്പിറ്റൽ വരെ പോയെന്ന് നോക്കണേ. പോകാം, ഞാൻ പോയി അന്വേഷിക്കാം. എന്നാ നിങ്ങൾ ഇപ്പൊ തന്നെ പൊയ്ക്കോ, ഇനി താമസിക്കണ്ട. ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അർച്ചനെ കണ്ടുപിടിക്കണം. ശരി, ജാമ്യത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാഗേന്ദു പോകയായി രാവിന്റെ നോവുമായി, രാഗേന്ദു പോകയായി രാവിന്റെ നോവുമായി.
കാലമായി പൂനിലാവേ ഹോ. ദേ, അങ്ങോട്ട് നോക്കിയേ. നമുക്കിവിടെ ഇരിക്കാം. ദേ, മേശപ്പുറത്ത് നോക്കിയേ, മെഴുകുതിരി തീപ്പെട്ടിയും. ഇതാരോ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചത് പോലെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിപ്പി 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 ചിപ്പി